അതെ, ഞാൻ അത്ര വലിയ പാചകക്കാരിയൊന്നും അല്ല കേട്ടോ. നിരഞ്ജന് എന്റെ പാചകം സഹിക്കേണ്ടി വരും. എന്തൊക്കെയാ ഉണ്ടാക്കാൻ പോകുന്നത്? അത് സർപ്രൈസ്. അപ്പോ വിഭവസമൃദ്ധമായ സദ്യ ആയിരിക്കുമല്ലോ. നിരഞ്ജൻ വരുമ്പോ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റോ? ഞാനും ഹെൽപ്പ് ചെയ്യാം. പച്ചക്കറി അരിയാനൊക്കെ നിരഞ്ജൻ അറിയാവോ? പിന്നില്ലേ, അത്യാവശ്യം കുക്കിങ്ങും അറിയാം. പഴയ കാലമൊന്നും അല്ല കേട്ടോ. പാചകം അറിയില്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ ഇന്ന് ഇത്തിരി പ്രയാസം. ജെൻഡർ ഇക്വാലിറ്റി. നമ്മുടെ ആ പഴയ കാലമില്ലേ, അതാ ഇപ്പൊ എന്റെ മനസ്സിൽ. അന്ന് ജയശങ്കർ സാറ് ഇടയ്ക്ക് വന്ന് വീണില്ലായിരുന്നെങ്കിൽ. ഓരോ യോഗം അല്ലേ? ഫ്ലാഷ് ബാക്കും സെന്റിമെന്റ്സും ഒന്നും വേണ്ട. ഇന്ന് ഓണം. സന്തോഷം മാത്രമേ ഇന്നുണ്ടാകാൻ പാടുള്ളൂ. അതുണ്ട് നിരഞ്ജൻ. ഈ ദിവസം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. ആ സന്തോഷത്തിന്റെ കാരണക്കാരൻ നിരഞ്ജനും. അടുത്ത കൊല്ലം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ അടിച്ചു പൊളിക്കും. ഈ ജൻസികൾ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ടല്ലോ, എന്താ അത്? ആ, തൂക്കും. ഈ ഓണം നമ്മൾ തൂക്കിയിരിക്കും. വാ. ആഹാ, നീ ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ എവിടെയെല്ലാം നോക്കി. ഹാപ്പി ഓണം. ആ, ഹാപ്പി ഓണം. സദ്യയുടെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? ആയിക്കൊണ്ടിരിക്കുന്നു. ഈ പാവത്തിനും ഉണ്ടാവല്ലോ അല്ലേ ഒരില? ഉണ്ടാവും സ്വാമി. ഞാൻ എന്തൊരു മണ്ടന. എന്തായാലും ഒരു ഇല ഇവിടെ ബാക്കി വരുമല്ലോ. ശ്രുതിമോളടക്കം നിങ്ങൾ 4 പേരല്ലേ കഴിക്കുള്ളൂ. അതെന്താ അങ്ങനെ? നിരഞ്ജനപ്പ എവിടെ പോവും? നിരഞ്ജൻ സാറ് വരില്ല. നിരഞ്ജൻ സാറിന്റെ ആഘോഷം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ആരായിട്ടെന്നറിയോ? അവളുമായിട്ട്, ആ പുതിയ കൂട്ടുകാരി മാലിനിയായിട്ട്. അതെ സാറേ, നിരഞ്ജൻ സാർ ഇപ്പൊ ആ വീട്ടിലുണ്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എനിക്കപ്പോഴേ അറിയാമായിരുന്നു രാവിലെ അവൻ പോയത് അങ്ങോട്ട് തന്നെയാണെന്ന്. ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? നേരെ ചെന്ന് കഴുത്തിന് കുത്തിപ്പിടിച്ച് കുക്കിങ്ങോട്ട് എടുത്തോണ്ട് വരണം. അതെങ്ങനെയാ? അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇവിടെ ചിലർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. ഓണമല്ലേ ഏട്ടാ, വഴക്കൊന്നും ഉണ്ടാക്കണ്ട. നമ്മളിങ്ങനെ പേടിച്ചിരിക്കുന്നതുകൊണ്ടാ ഈ പ്രശ്നം ഇത്രയും വഷളായത്.
നേരത്തെ വേണ്ട പോലെ പ്രതികരിച്ചിരുന്നെങ്കിൽ അത് ചെയ്യാത്തതിന്റെയൊക്കെ ഇപ്പൊ ഈ അനുഭവിക്കുന്നത്. നിങ്ങൾക്കറിയാവോ, എല്ലാം മറക്കാൻ ഞാൻ തയ്യാറായിരുന്നു. അപ്പോഴാ അവന് വൃത്തികേട് കാണിച്ചത്. ഇന്നത്തെ ദിവസം നിർബന്ധമായിട്ട് ഇവിടെ ഉണ്ടാണോന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞതാ. എന്നിട്ട് ആരും കേൾക്കാൻ. മതി കുറ്റപ്പെടുത്തിയത്. അദ്ദേഹത്തെ പറയുമ്പോ അത് എന്നെ കൂടിയാ ബാധിക്കുന്നത്. ഭാര്യ എന്റെ കഴിവുകേട് കൊണ്ടാണല്ലോ ഭർത്താവ് ഇന്ന് കൂട്ടുകാരുടെ വീട്ടില് ഓണാഘോഷിക്കാൻ പോയത്. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്ക് മാത്രം. മാഡം എങ്ങനെ തെറ്റുകാരിയാവണം? ഞാൻ തെറ്റുകാരിയാവും. എനിക്കെന്റെ ഭർത്താവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെന്നല്ല അതിനർത്ഥം. ആരും വിഷമിക്കണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അപ്പച്ചി, ഉണ്ടാക്കിയ കറികളിലെ ഒരു ഭാഗം എനിക്ക് പാക്ക് ചെയ്ത് തരണം. എന്തിനാ മോളെ? ഞാനിന്ന് ഇവിടെ നല്ല സദ്യ ഉണ്ടെന്നത്. പിന്നെ അതൊന്നും ആരും അറിയണ്ട. വേഗം എടുക്ക, എനിക്ക് പോണം. നീ എന്ത് ഭാവിച്ച നല്ലൊരു ദിവസമായിട്ട്? എന്റെ ഭർത്താവിന് തോന്നിയ പോലെ ചെയ്യാമെങ്കിൽ എനിക്കും അങ്ങനെ ചെയ്യാം. അത് ഓണമായാലും വിഷു ആയാലും ചെയ്യാം. നോക്കി നിൽക്കാതെ പോയി എടുത്തോണ്ട് വാ അപ്പച്ചി. എനിക്ക് ഉടനെ ഇറങ്ങണം. മോളെ, അടിക്ക്.